കേണൽ മൺട്രോയുടെ പ്രേതം കൂടിയ പിണറായി വിജയൻ ബിജെപിക്കാരനോട് പെരുമാറുന്ന പോലെ ആനയോട് പെരുമാറിയാൽ ആന അടങ്ങുമോ? എന്നിട്ട് ആനയെ അടിച്ച് അതിന്റെ കാലൊടിക്കുകയാണ്. ഒരു മഴവുണ്ട്, പരശു. ആ മഴവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മുറിച്ചു മാറ്റണം എന്ന് തന്നെയാണ് ആ മഴ പറയുന്നത്. ഗണപതി ഭവന് 2 ഭാര്യമാരുണ്ടെന്ന് പറയും. അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിറങ്ങിയിട്ട് അവസാനത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പായിട്ട് അവരവിടെ നിന്നിട്ട് 2 കാലും തമ്മിലിങ്ങനെ ഒരസും. ഒരു 3-4 മിനിറ്റ് ഉള്ളം കാലിങ്ങനെ ഒരസിയിട്ട് അവരുടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടിമണ്ണ് അവിടെ ഇട്ടിട്ടേ അവര് വണ്ടിയിൽ കയറും. ഞങ്ങൾക്ക് ഇങ്ങനെ ആവില്ല. ഞങ്ങൾ ആളുകളെല്ലാം ഉറങ്ങുമ്പോഴാണ് കട്ടുകൊണ്ടുപോവാ. ഇങ്ങനെ ആളുകൾ കണ്ണു തുറന്നിരിക്കുമ്പോ കട്ടുകൊണ്ടുപോവാൻ ഞങ്ങൾക്കാവില്ല. അവർക്ക് ഇതെല്ലാം ഒരു വിനോദമാണ്. ഏത് സംഭവം നടന്നാലും അവർക്ക് കമന്നു വീണാലും കാൽപ്പണം എന്നൊരു ചൊല്ലില്ലേ? രാമരാവണ യുദ്ധത്തിൽ ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡരാമന്റെ ആ സൈനിക വ്യൂഹത്തിന്റെ ഭാഗത്ത് തേരുകളിൽ പാറിപ്പറന്ന പതാക, ധർമ്മപക്ഷത്ത് പാറിയ പതാക ഈ കാവ്യ പതാകയാണ്. ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ. ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പ്രക്ഷോഭത്തിന്റെ കനൽ അണഞ്ഞിട്ടില്ല. ആ പ്രക്ഷോഭം വർദ്ധിത വീര്യത്തോടെ ഊർജ്ജസ്വലമായി ഇവിടുത്തെ ഹിന്ദുക്കൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആ സംഗമത്തിൽ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനത്തിന് ശേഷം ഹിന്ദുക്കൾ ഒരു തീരുമാനമെടുക്കും. എന്താ തീരുമാനം? ഓരോ നാട്ടിലെയും ക്ഷേത്രങ്ങൾ, അവിടുത്തെ 5000 ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ ഒരുമിച്ച് പിടിച്ചെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾക്ക് എന്താവുക? അവരോടൊക്കെ തൽക്കാലം താക്കോലിങ്ങി എന്നോ സ്ഥലം വിട്ടോന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യും? ഹിന്ദു ഒന്നിനും കൊള്ളാത്ത ജന്തുക്കളാണെന്ന് വിചാരിച്ചോ? എല്ലാ കാലത്തും നിങ്ങളെ ചെരുപ്പ് വെക്കുമെന്ന് വിചാരിച്ചോ? നിങ്ങൾ പറയുന്ന ഓർഡർ അനുസരിക്കുമെന്ന് വിചാരിച്ചോ? അപ്പോ മാർഷുകാരനായിട്ട് കമ്മിറ്റി പ്രസിഡന്റ് പറയാണ്, ദുര്യോധന അതെന്ന് പറഞ്ഞാൽ ദുര്യോധന കൊല്ലല്ലേ? അതെ, ഞങ്ങളിൽ പൈസ കുറവാണ്, ഒരു 50,000 റുപ്യ നമ്മൾ തരാം, ദുര്യോധന കൊല്ലണമെന്നില്ല, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു കാടൻ നിയമം നമ്മുടെ ഈ നാട്ടിൽ വന്നത്. കേണൽ മൺട്രോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അന്ന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മഹാക്ഷേത്രങ്ങളെല്ലാം പിടിച്ചടക്കി അന്നത്തെ സർക്കാരിന്റെ ഭാഗമാക്കി മാറ്റിയത്. ഇംഗ്ലീഷുകാരെ ഇവിടുന്ന് പുറത്താക്കിയിട്ടും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ടും ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം കിട്ടിയില്ല. അത് നിഷേധിക്കപ്പെടുന്ന ഒരു സമീപനം തുടരുകയാണ്. ഇപ്പോൾ അതിന്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുകയാണ്. കേണൽ മൺട്രോയുടെ പ്രേതം കൂടിയ പിണറായി വിജയൻ ഇവിടുത്തെ ദേവസ്വം അധികൃതർ എല്ലാ ക്ഷേത്രങ്ങളെയും വരിഞ്ഞ് മുറുക്കി പിടിച്ചു കെട്ടി പിടിച്ചടക്കി അവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പൂർവികമായി ആർജിച്ചതും ഭക്തജനങ്ങൾ സമർപ്പിച്ചതുമായ സർവ്വ സമ്പത്തുകളും സ്വർണ്ണം ഉൾപ്പെടെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായ സംവിധാനങ്ങളുള്ള മഹാക്ഷേത്രങ്ങൾ പോലും, ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോലും ഭക്തജനങ്ങളുടെ കൺമുമ്പിലൂടെ ഇവയെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ചില കള്ളന്മാർ ക്ഷേത്ര മോഷണം നടത്താറുണ്ട്. ക്ഷേത്ര മുതലുകൾ കക്കാൻ വരാറുണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ 1947 ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കൂടി ഈ കള്ളന്മാർ കട്ടത് മൊത്തം കൂട്ടിയാൽ അതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കട്ടുകൊണ്ടുപോയിരിക്കുകയാണ് ഈ പെരുങ്കള്ളന്മാർ. ആരായി കട്ടുകൊണ്ടുപോയിരിക്കുന്നത്? നിയമസഭ തെരഞ്ഞെടുത്ത, നിയമസഭയിലെ ഹിന്ദു MLA തെരഞ്ഞെടുത്ത, ഹിന്ദു മന്ത്രിമാർ തെരഞ്ഞെടുത്ത ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും എല്ലാം ചേർന്നാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ ഒത്താശയോടുകൂടിയാണ് ഈ നടന്നിരിക്കുന്നത്. പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയായി നടന്നിരിക്കുന്നത്. ആരായി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് വരുന്നത്.
അങ്ങനെ വന്ന് ഈ കളവൂളം നടത്തിയിരിക്കുകയാണ്. ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന്, കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസകേന്ദ്രമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകോവിലിന്റെ കട്ടിലയും അവിടെയുള്ള ദ്വാരപാലകന്മാരുടെ ശില്പവും സ്വർണ്ണപ്പാളിയും താഴികക്കുടവും ഇതെല്ലാം കട്ടുകൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് സ്വർണം പൂശിയത് വീണ്ടും പൂശുക, എന്നിട്ട് അഴിച്ചു കൊണ്ടുപോയി വീണ്ടും ചെമ്പാണെന്ന് പറയാ, സ്വർണമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരിക, വീണ്ടും അടിച്ചു കൊണ്ടുപോവുക. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? അപ്പൊ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും ഈ നിലയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പറയുമ്പോ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്താ ചെയ്യേണ്ടത്? ഹിന്ദുവിനെ എന്ത് ചെയ്താലും പ്രശ്നമില്ല, എത്ര ആക്ഷേപിച്ചാലും പ്രശ്നമില്ല, ഹിന്ദു മിണ്ടില്ല, ഹിന്ദു പ്രതികരിക്കില്ല. ഇന്ന് രാവിലെ വെള്ളിമല സ്വാമി അവിടുന്ന് ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ധർമ്മ ഉദ്ഘാടനം ചെയ്തും പറഞ്ഞ പോലെ ഹിന്ദുക്കൾ ജന്തുക്കളാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ പാർട്ടിക്കാര്, ഈ നേതാക്കന്മാര് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗണപതി ക്ഷേത്രം, ഗണാനാം പതിയാണ് ഗണപതി, സേനാപതിയാണ് ഗണപതി. വിനായകൻ എന്ന ഗണപതിക്കൊരു പര്യായമുണ്ട്. വിശേഷണ നയിക്കുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം, വിനായകൻ എന്നത്. അങ്ങനെ വിനായക സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള വേണ്ടതുപോലെ നയിക്കുന്നയാളാണ്, വിശേഷണം നയിക്കുന്നയാളാണ് വിനായകൻ. അതായത് ഗണപതിയെ ഉപാസിച്ചാൽ, ഗണപതിയെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഈ ഒരു നായക ഗുണം കിട്ടണം. ഇവിടെ ഭരിക്കുന്ന ആളുകൾ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഈ നായക സ്ഥാനമുള്ള ആളുകൾക്ക് ഈ ഗുണം ഏഴരയത്ത് വന്നിട്ടുണ്ടോ? നമ്മൾ ഗണപതി ഉപാസിക്കുന്ന എങ്ങനെയാണ്? ഗണപതി ഉപാസിക്കുന്ന എന്തിനാണ്? ഗണപതിയുടെ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ട് ദർശിച്ച ഒരു രൂപമുണ്ട്. ഈശ്വര ദർശനത്തിന്റെ, സാമീപ്യത്തിന്റെ, സായുജ്യത്തിന്റെ സാക്ഷാത്കാരം അനുഭവിച്ച നമ്മുടെ ഋഷീശ്വരന്മാർ അവരുടെ മനോമുഖരത്തിൽ കണ്ടത്, ആരാധനയിലൂടെ കണ്ടത്, തപസ്സിലൂടെ കണ്ടത്, അവര് ബീജമന്ത്രങ്ങളാക്കിയും ധ്യാന സ്തോത്രങ്ങളാക്കിയും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞ ഏകതന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം എന്നൊക്കെ പറയുന്നത് ആ ഗണപതിയുടെ ഒരു രൂപമാണ്. ഗണപതിയുടെ തുമ്പിക്കൈയുണ്ട്. വളരെ വിചിത്രം എന്ന് തോന്നാവുന്ന ഒരു രൂപമാണ് ഗണപതിക്കുള്ളത്. അപ്പൊ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഉപാസിക്കുക എന്ന് പറയുമ്പോ അതൊരു തത്വമാണ്. ആ തത്വം നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അത് നൽകുന്ന ഒരു ആദേശമുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. തുമ്പിക്കൈ എന്ന് പറയുന്നത് ആനയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരികയാണ്. ആന എന്ന് പറയുന്നത്, ആന ഒരു അത്ഭുത ജീവിയാണ്. ആനയാണ് മാർക്സിസ്റ്റുകാരായിട്ടുള്ള പാപ്പന്മാര് ഒരു ക്ഷേത്രത്തിൽ അടിച്ച്, അതിന്റെ വാർത്തയൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആനയെ കണ്ടിട്ടൊന്നുമില്ല. പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കത്തും അടിച്ചു വന്നിട്ട് ആന ഇവരെ കണ്ടാൽ ഇവൻ ബാക്കി രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറുന്ന പോലെയാണ് ആനയോട് പെരുമാറുന്നത്. ബിജെപിക്കാരനോട് പെരുമാറുന്ന പോലെ ആനയോട് പെരുമാറിയാൽ ആന അടങ്ങുമോ? എന്നിട്ട് ആനയെ അടിച്ച് അതിന്റെ കാലൊടിക്കുകയാണ്. ആന എന്ന് പറയുന്നത്, നമുക്ക് ഗണപതിയുടെ മുഖം എന്ന് പറയുന്നത് ആനയുടെ രൂപമാണ്. ആന ഒരു അത്ഭുത ജീവിയാണ്. ആനയുടെ തുമ്പിക്കൈ, ആനയുടെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ മൂക്കൊരു തുമ്പിക്കൈയായി മാറിയിരിക്കുകയാണ്. അതിന്റെ പല്ലുകൾ കൊമ്പായി മാറിയിരിക്കുകയാണ്. ആനയുടെ കാലുകളുണ്ട്. കാലുകളിൽ വിരലില്ല, പക്ഷെ നഖമുണ്ട്. ആനയുടെ നാവ്, ആ നാവ് പുറത്തുനിന്ന് ഉള്ളിലേക്ക്, ഉള്ളിന്ന് പുറത്തേക്കല്ല, പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. ഒരു അത്ഭുതമാണ്. അതിന്റെ വായിൽ നമ്മളൊന്നും ഉരുളിലേക്ക് വെച്ചുകൊടുത്ത് ഒറ്റ തട്ട് തട്ടും. അതങ്ങനെ തട്ടാൻ പറ്റുന്നത് അതിന്റെ നാവ് പുറത്തുനിന്ന് ഉള്ളിലേക്കായതുകൊണ്ടാണ്. ആനയുടെ തുമ്പിക്കൈയിലൂടെ മാത്രമേ അതിന്റെ വിയർപ്പുകൾ പുറത്തേക്ക് കളയാൻ പറ്റൂ. ബാക്കി ജീവികളെ പോലെ എല്ലായിടത്തും കൂടിയും വിയർപ്പ് പോവില്ല. ആനയുടെ വൃഷണം അതിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്.
തുമ്പിക്കൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഗണപതിയിൽ തുമ്പിക്കൈ കാണുമ്പോ ഇവിടത്തെ ഇതിന്റെ മുഖ്യ കാര്യസ്ഥന്മാരൊക്കെ ഉണ്ടെന്ന് കേൾക്കണം. എന്താണ് തുമ്പിക്കൈ എന്നുള്ളത്? തുമ്പിക്കൈ വലിയ മരങ്ങൾ വലിച്ചെടുക്കാൻ തുമ്പിക്കൈ കൊണ്ട് സാധിക്കും, വൻമരങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ മൊട്ടുസൂചി പോലും ഭൂമിയിൽ നിന്ന് എടുക്കാൻ ഈ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് സാധിക്കും. അങ്ങനെ ചെറുതിലും ചെറുതും വലുതിലും വലുതും എടുക്കാൻ കഴിയുന്ന അത്ഭുത പ്രതിഭാസമാണ് ഈ തുമ്പിക്കൈ കൊണ്ട് നടക്കുന്നത്. തുമ്പിക്കൈ ആന ഇങ്ങനെ നടന്നു പോകുമ്പോ തുമ്പിക്കൈ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ അമർത്തി വെച്ചാ നടക്കുക. തന്റെ യാത്രയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സം അന്വേഷിച്ചുകൊണ്ട് തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടാണ് ആന നടക്കുന്നത്. ഒരു സാധകൻ, ഒരു ഭക്തൻ തന്റെ ആത്മീയമായ യാത്രയിൽ, മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൂടി ജാഗ്രതയോടുകൂടി വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് തുമ്പിക്കൈ നമ്മളെ ഉണർത്തുന്നത്. തുമ്പിക്കൈ നമ്മളോട് പറയുന്നത്. ആനയ്ക്ക് ഗണപതിക്ക് 4 കൈകളുണ്ട്. 64 രൂപത്തിലുള്ള ആനയുടെ ദൃശ്യവിശേഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ആരാധിക്കുന്ന ഗണപതിക്ക് 4 കൈയിൽ, അതിൽ ഒരു കൈയിൽ ഒരു കയറുണ്ട്. കയറ് പലപ്പോഴും ധൃതപാശാങ്കുശ പുഷ്പബാണജാവാം എന്ന് ലളിതാ സഹസ്രനാമത്തിലൊക്കെ നമ്മൾ ചൊല്ലും. ആ പാശം എന്ന് പറയുന്നത് ആശയാകുന്ന പാശമാണ് കയറ്. നമ്മളെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന ആശയാണ് ഈ പാശം. അപ്പൊ 10 കിട്ടിയാൽ 100 മതിയെന്നും, ശതമാനിൽ ശാസ്ത്രം മതിയെന്നും, 1000 പണം കൈ ഉണ്ടാവുമ്പോൾ 1000 ആശ്ചര്യം എന്നതും ഒക്കെ പറയുന്ന ആ ആശ നമ്മളെ കുടുക്കിയിടും. അപ്പൊ ആശയ ആ ഒരു പശുവിനെ കയറുകൊണ്ട് കെട്ടിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും. അതുപോലെ നമ്മുടെ ആശയെ, നമ്മുടെ അത്യാഗ്രഹങ്ങളെ നമ്മൾ കെട്ടിയിടണം എന്നാണ് ഈ കയറ് പറയുന്നത്. നമ്മൾ ലക്ഷ്യം നേടണമെങ്കിൽ ആശയെ നിയന്ത്രിക്കണം, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം എന്നാണ്. മോഹം എന്നതിന്റെ മോഹക്ഷയമാണ് മോക്ഷം. മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം എന്നാണ് ഗണപതി നമ്മളോട് പറയുന്നത്. മറ്റേ കയ്യിൽ ഒരു അങ്കുശമുണ്ട്. അങ്കുശം തോട്ടിയാണ്. പ്രബലമായി നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങളെ, പലതരത്തിലുള്ള വികാരങ്ങളെ നമ്മളെ പലയിടത്തേക്കും മതിച്ച ആനയെ പോലെ കൊണ്ടുപോകുമ്പോ അതിനെ ബലപൂർവ്വം പിടിച്ചു നിർത്തുന്നതാണ് തോട്ടി. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ബലപൂർവ്വം നിയന്ത്രിക്കുന്ന, തോട്ടിയെ പോലെ നിയന്ത്രിക്കുന്ന കാര്യമുള്ള ശക്തിയുള്ള ഒരു മനസ്സുണ്ടാകണമെന്നാണ് തോട്ടി കയ്യിൽ പിടിച്ചതിന്റെ അർത്ഥം. വേറൊരു കയ്യിൽ ഒരു മഴുവുണ്ട്, പരശു. ആ മഴവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മുറിച്ചു മാറ്റണം എന്ന് തന്നെയാണ് ആ മഴ പറയുന്നത്. ഹിന്ദു ഐക്യത്തിന്റെ, ഹിന്ദുവിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ മുന്നേറ്റത്തിന്റെ വഴിയിൽ എതിരാളികൾ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഗണപതി തന്റെ കയ്യിലുള്ള ഒരു മഴ വെച്ചുകൊണ്ട് ഭക്തന്മാരോട് പറയുന്നത്. പിന്തിരിഞ്ഞു പോകാൻ പാടില്ല, ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നാണ് പറയുന്നത് അർത്ഥം. മറ്റേ കയ്യിൽ ഒരു മോദകമുണ്ട്, മധുരമാണ്. മധുരം ആനന്ദ തുമ്പലിതത്വം നൽകുന്ന ഒരു ലഡു എന്നൊക്കെ പറയാം, ഒരു മധുരമാണ്. അതായത് ഒരു സാധകൻ, ആ സാധകൻ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോ, തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് പോകുമ്പോ വരാവുന്ന ആഗ്രഹങ്ങൾ, ബലപൂർവമുള്ള വികാരങ്ങൾ അതിനൊക്കെ അടക്കി നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സാധകന് യഥാർത്ഥ ഈശ്വരത്വത്തിലേക്ക്, ബ്രഹ്മത്വത്തിലേക്ക് എത്താൻ സാധിച്ചാൽ സച്ചിദാനന്ദം എന്ന് പറയുന്ന, ആത്മാനന്ദം എന്ന് പറയുന്ന, മോദകം എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ ആ ആനന്ദാനുഭൂതി ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്ന പ്രതീകാത്മകമായ ഒരു രൂപമാണ് ഗണപതിയുടേത്. അങ്ങനെയുള്ള ഗണപതി ഭഗവാനെ, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഗണപതി ഭഗവാന് 2 ഭാര്യമാരുണ്ടെന്ന് പറയും. അതിന്റെ ഒന്ന് പേര് സിദ്ധി എന്നാണ്, മറ്റൊന്ന് ബുദ്ധി എന്നാണ് എന്നൊക്കെ പറയും. അപ്പൊ ഗണപതി പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിദ്ധി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. നമുക്ക് ബുദ്ധി ഉണ്ടാകും, മേധാശക്തി വളരും, നമുക്ക് സാധനാബലം കൊണ്ട് സിദ്ധി ഉണ്ടാവും, പലതും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവും, നമ്മുടെ അത്ഭുതകരമായ കർമ്മശേഷി വർദ്ധിക്കും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ഇതെല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അഭയവും വരദവുമായി ഇവിടെ വാണരുളുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ഭക്തൻ ചെല്ലുമ്പോൾ ആ ഗണപതി ഭഗവാൻ ഇവിടെ
പറയുന്നതെല്ലാം ഗണപതി ഭവൻ ഈ നാട്ടിനെ ഉണർത്താൻ വേണ്ടി ഉയർത്താൻ വേണ്ടിയുള്ളതെല്ലാം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഗണപതി ഭവന്റെ പേരിൽ എത്ര കോടി രൂപ ഭക്തന്മാർ നിക്ഷേപിച്ചതുണ്ട് എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നിക്ഷേപമൊക്കെ ആയിട്ട് എത്ര ഉണ്ടാവും? വല്ല ധാരണയുണ്ടോ? ഉണ്ടോ? ഇവിടെ തൊഴാൻ പോകുന്ന ഭക്തന്മാരൊന്ന് കൈയുയർത്താമോ? ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, തൊഴാറുണ്ട്, ഉണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര രൂപ ഭഗവാന്റെ പേരിൽ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? എത്ര സ്വത്തുണ്ടെന്ന് അറിയാമോ? എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയാമോ? എത്ര സമ്പത്തുണ്ടെന്ന് അറിയാമോ? ഇവിടെ അതൊന്നും ഭക്തന്മാർക്ക് അറിയാൻ പാടില്ല, അറിയാൻ അവകാശമില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭഗവാന്റെ പേരിൽ ഇവിടെ നിക്ഷേപിച്ച സമ്പത്ത് ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹിന്ദു സമൂഹത്തിൽ ഭക്തന്മാർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണോ? സമ്പത്ത് ഇവിടെ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ വേണോ? ഇവിടെ സമ്പത്തുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കണോ? അതിനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വ്യവസായശാല ആരംഭിക്കണോ? അതിനുള്ള സമ്പത്തുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പഠിച്ച കുട്ടികൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് വിദേശത്തൊക്കെ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി ഇവിടെ ആരംഭിക്കണോ? അതിന് 100 കോടി രൂപ വേണോ? ആ സമ്പത്ത് ഇവിടെ ഉണ്ട്. ഭഗവാന്റെ പേരിൽ ഇവിടെ ഉണ്ട്. ഉണ്ടെന്ന് പറയുന്നു, ഉണ്ടാവേണ്ടതാണ്. ഉണ്ടോ അറിയില്ല. ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറയാം, ആ ബാങ്കിൽ ഉണ്ടോ? ഒന്നും അറിയില്ല. ഇവിടെ 100 കണക്കിന് കിലോ സ്വർണ്ണമുണ്ട്, അതെവിടെ പോയി? ഉണ്ടോ? അതെവിടെ ഉണ്ട്? ഇവിടുത്തെ ഭക്തന്മാർക്കൊന്നും അറിയില്ല. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, ആ പള്ളി ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ ആ പള്ളിക്കാർക്ക് അറിയാം ആ പള്ളിക്ക് എത്ര വരുമാനമുണ്ട്, എത്ര സ്വത്തുണ്ട്, ബാങ്ക് ഡിപ്പോസിറ്റ് എത്രയാണ്. അവിടെ വെള്ളിയാഴ്ച അവരുടെ ജുമായ്ക്ക് അവരുടെ കണക്ക് അവതരിപ്പിക്കും. ഇത്ര കോടി രൂപയുണ്ട്, ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിൽ ഇന്ന വരുമാനമുണ്ട് എന്ന് അവിടുത്തെ പോകുന്ന പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് ഭക്തന്മാർക്കറിയാം, വിശ്വാസികൾക്കറിയാം. ഒരു ക്രിസ്ത്യൻ പള്ളി ഇവിടെ ഉണ്ട്, ആ പള്ളിയിൽ എത്ര രൂപ വരുമാനമുണ്ട്, അവരുടെ ചെലവെത്രയാണ്, അവരുടെ സ്വത്തത്രയാണ്, എത്ര ഏക്കർ സ്ഥലമുണ്ട്, അതൊക്കെ അവർക്കറിയാം. കാരണം അവർ കൊടുക്കുന്ന പണം, അവരുടെ വീടിന് കൊടുക്കുന്ന പണം, അതിന് കണക്കുണ്ട്, ആ കണക്കറിയാം, ആ കണക്ക് ബോധിപ്പിക്കുന്നുണ്ട്. അതിനനുസൃതമായി പണമുണ്ടെങ്കിൽ അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സമുദായത്തിന്റെ വികസനത്തിന് വേണ്ടി, അംഗങ്ങളുടെ വിശ്വാസികളുടെ വികസനത്തിന് വേണ്ടി, അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി, തൊഴിൽപരമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, അവര് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ പണം ഉപയോഗിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്ക് മതപരമായ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിമിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, ഹിന്ദുവിനുണ്ടോ? നമ്മുടെ പണം, നമ്മൾ നിക്ഷേപിച്ച പണം, നമ്മുടെ ദേവന്റെ പണം, ആ പണം ആരുടെ കയ്യിലാ, എവിടെയാ, എത്രയാ, എങ്ങനെയാ, എന്തിനാ അറിയാമോ? അറിയില്ല. അങ്ങനെയുള്ള പണമാണ് ഈ കടത്തിക്കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള പണമാണ് ഈ നിലയിൽ ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറകളിൽ സ്വർണ്ണ കൂമ്പാരമുണ്ട്. സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ സ്വർണത്തിന്റെ കണക്കെടുത്തെടുത്തെടുത്ത് മാസങ്ങളോളം കണക്കെടുത്തിട്ടും സ്വർണവും വൈഡൂര്യവും നവരത്നങ്ങളും അവയെല്ലാം കൂട്ടിവെച്ച് മാലകളും ഇതൊക്കെയായിട്ട് വെച്ച ആ സമ്പത്തിന്റെ കണക്കെടുത്തിട്ട് മാസങ്ങൾ എടുത്തിട്ട് തീർന്നില്ല. അപ്പോ നമ്മളെ ഈ സമ്പത്തൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പുറത്തു വന്നപ്പോ നമ്മളെ ഈ പിണറായി സർക്കാരിലെ ഒരു മന്ത്രി പറഞ്ഞു, നമുക്ക് ആ സ്വത്ത് മുഴുവനും ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കണം. അവിടുത്തെ ഹിന്ദുക്കൾ അതിശക്തമായ ഒരു പ്രതിഷേധം അങ്ങ് പത്മനാഭന്റെ മുമ്പിൽ അങ്ങനെ ആരംഭിച്ചപ്പോ തന്നെ അത് എത്ര അപകടത്തിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം അവിടെ നിർത്തി സുപ്രീം കോടതി ഇടപെട്ടു. തൽക്കാലം ഉണ്ടാവണം. എന്തായാലും വിചാരിച്ചത് ഇതൊക്കെ ആ നിലവറയിൽ നിന്നെടുത്ത് മെല്ലെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിച്ചിട്ട് ഈ ശബരിമലയിലൊക്കെ ഉള്ളതുപോലെ കട്ടുകൊണ്ടുപോകുന്ന പോലെ എളുപ്പത്തിൽ കട്ടുകൊണ്ടുപോകാന്നാ വിചാരിച്ചത്. അങ്ങനെ മ്യൂസിയത്തിൽ വെച്ചാൽ അവിടെ ഇപ്പോൾ
എന്തൊക്കെയാണ് ബാക്കിയുണ്ടാവുക? സ്വർണത്തിന് പകരം, വൈഡൂര്യത്തിന് പകരം, മരതകത്തിന് പകരം, ഇന്ദ്രനീലത്തിന് പകരം, ഈ നവരത്നങ്ങൾക്ക് പകരം അവിടെ എന്തൊക്കെയാ തൂങ്ങിയാണെന്ന് ഉണ്ടാവുക? റോഡ് കോഡൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ സാധനമൊക്കെ അടിച്ചു മാറ്റാനായിരുന്നു പദ്ധതി. അത് നടന്നില്ല. അതുകൊണ്ട് അവിടെ ചുരുങ്ങിയത് ഒരു 2-3 ലക്ഷം കോടിയുടെ സ്വത്ത് നമ്മുടെ പൂർവികന്മാർ സമ്പാദിച്ചത്, സമർപ്പിച്ചത് അവിടെ ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ കൈക്കാരായിരുന്ന, അതിന്റെ കൈകാര്യകർത്താവായിരുന്ന പത്മനാഭദാസന്മാരെന്ന് പറയുന്ന തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അംഗങ്ങൾ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നാൽ തിരിച്ചു പോകുമ്പോൾ അവർ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ അമ്പല കള്ളന്മാരൊക്കെ ഒന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കണം എന്താ ചടങ്ങെന്ന്. എന്താണെന്നറിയോ? ഇപ്പോഴത്തെ അവിടുത്തെ രാജാവായിട്ടുള്ള ആദിത്യവർമ്മ അവിടെ വന്നാൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോകുമ്പോൾ അവസാനം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിറങ്ങിയിട്ട് അവസാനത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പായിട്ട് അവരവിടെ നിന്നിട്ട് 2 കാലും തമ്മിലിങ്ങനെ ഉരസും. ഒരു 3-4 മിനിറ്റ് ഉള്ളം കാലിങ്ങനെ ഉരസിയിട്ട് അവരുടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടിമണ്ണ് അവിടെ ഇട്ടിട്ടേ അവര് വണ്ടിയിൽ കയറും. ക്ഷേത്ര മുറ്റത്തെ പൊടിമണ്ണ് കാലിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ കാലിൽ ഉറച്ചിട്ട് ആ പൊടിമണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ അവരെ തിരിച്ചു പോകൂ എന്നുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ വിശ്വാസവും വ്രതവും ദൃഢമായ അവരുടെ തീരുമാനവുമാണ്. ആ നിലവറകളിൽ സ്വർണം കുന്നുകൂടിയിട്ട് അത് ഭഗവാന്റെ സ്വത്താണ്, അത് തൊടാൻ പാടില്ല. വിശ്വാസികളായ അവർക്കറിയാം, അത് തൊട്ടാൽ സന്തതി പരമ്പരകളെ ബാധിക്കും എന്നാണ്. അവനോട് മാത്രമല്ല, ഇതൊക്കെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വലിയ അപകടത്തിലേക്ക് പോവും. ഈ മോഷ്ടിച്ച ആളുകളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. പക്ഷെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അതവർക്കറിയാം. ഭഗവാന് വേണ്ടി സമർപ്പിച്ചത് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുകയെന്ന്. അങ്ങനെയാണ് ഈ സ്വത്തൊക്കെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്. ശബരിമലയിൽ നടന്നത് ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട്, മന്ത്രിയൊക്കെ പറയാണ്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഒരു തരി പൊന്നു പോലും തിരിച്ചു കൊണ്ടുവരാതിരിക്കില്ല. അവിടെ സ്വർണം മോഷ്ടിച്ചവരെ എല്ലാവരെയും അഴിക്കകത്താക്കും. ലോകത്തെവിടെയെങ്കിലും പോട്ടെ, നമ്മുടെ ഭാരതത്തിൽ എവിടെയെങ്കിലും, കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ നിയമസഭയിൽ ഞാൻ ഹിന്ദുവാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്രവിശ്വാസിയാണ്, ഞാൻ ഭഗവാനെ സംരക്ഷിക്കും, ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിലെ കസ്റ്റംസിനെയും അതുപോലെ തന്നെ റിച്വൽസിനെയും എല്ലാം, അവിടുത്തെ ആരാധനയെയും അവിടുത്തെ പൈതൃകത്തെയും അവിടുത്തെ മൂല്യങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവർ ദേവസ്വം ബോർഡ് അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാകുന്നത്. എന്നിട്ട് ഇവർ ചെയ്തു കൂട്ടിയ കാര്യം എന്താണ്? ഏറ്റവും അവസാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദേവസ്വം ബോർഡിനെതിരായിട്ട് ദേവനെ സംരക്ഷിക്കേണ്ട, ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട, സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ആളുകൾ തന്നെയാണ് ഈ സ്വർണം ഉൾപ്പെടെ കട്ടുകൊണ്ടുപോയത് എന്നതിനാൽ ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ എഫ്ഐആറിൽ ദേവസ്വം ബോർഡിനെയും അംഗങ്ങളെയും 8ാം പ്രതികളായി കേസെടുത്തിരിക്കുകയാണ്. ആരെയാ കോഴിയെ പോറ്റാൻ ഏൽപ്പിച്ചത്? കുറുക്കനെയാണ്. കോഴിയെ പോറ്റാൻ ഏൽപ്പിച്ചത് കുറുക്കനെയാണ് എന്നിപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവർച്ച സംഘം എന്ന ഖ്യാതിയോ കുപ്രസിദ്ധിയോ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുട്ട് സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കുറെ ദിവസമായിട്ട് അവർ നാണിച്ചിട്ട് എവിടെയോ പോയി ഒളിച്ചിട്ടുള്ളതെന്ന് പറയും. തിരുട്ടു സംഘം തമിഴ്നാട്ടിലെ അവരൊന്നും ഇപ്പൊ രംഗത്തില്ല. കാരണം അവർ പറയാണ്, ഞങ്ങളെയൊക്കെ തോപ്പിച്ചിരിക്കുകയാണ് ഈ പെരുങ്കള്ളന്മാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ആവില്ല, ഞങ്ങൾ ആളുകളെല്ലാം ഉറങ്ങുമ്പോഴാണ് കട്ടുകൊണ്ടുപോവുക. ഇങ്ങനെ ആളുകൾ കണ്ണു തുറന്നിരിക്കുമ്പോ കട്ടുകൊണ്ടുപോവാൻ ഞങ്ങൾക്കാവില്ല. ഇവര് ഭയങ്കരന്മാരാണ്, ബിരുദന്മാരാണ്. ഇത്രയും കൃതഹസ്തതയുള്ള കള്ളന്മാർ, കളവിൽ
ചോരശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്, ചോരശാസ്ത്രം. ആ ചോരശാസ്ത്രത്തിൽ എങ്ങനെയാ കക്കേണ്ടതെന്നൊക്കെ കൃത്യമായി പറയുന്നു. രാത്രിയിൽ, അർദ്ധരാത്രിയിൽ എങ്ങനെയാ കക്കേണ്ടത് എന്ന്. അപ്പൊ അതിനൊരു കാര്യം പറയുന്നത്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ കാല് ഇറയുന്ന വെള്ളം വീഴുന്നിടക്കെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ, എന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ, ഉറക്കം വന്നാൽ ആ സമയത്ത് കയറി കേട്ടോ വീട്ടിലുള്ള എല്ലാം ഉറങ്ങുന്നതായിരിക്കും ആ ചോരശാസ്ത്രത്തിൽ ഒരു അധ്യായത്തിൽ പറയുന്നത്. ഇതൊക്കെ പഠിച്ച ഈ തിരുട്ട് സംഘത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള കളവല്ലേ ഇവർ നടത്തിയത്. എത്ര കിലോ? 5 കിലോ ഒന്ന് ഇറക്കിയിട്ട് തിരിച്ചു കയറ്റി വരുമ്പോഴത്തേക്ക് 5 കിലോ ആണ്. 5 കിലോ സ്വർണ്ണം, അല്ലാണ്ട് കുരുമുളകൊന്നല്ല, സ്വർണ്ണാണ്. 5 കിലോ സ്വർണ്ണാണ്. ഇപ്പൊ ഏത് നിലയിലാ സ്വർണത്തിന്റെ വില കയറുന്നത്? റോക്കറ്റ് പോലെയാണ് വില കയറുന്നത്. ആ സ്വർണമാണ് ഇങ്ങനെ കട്ട് 5 കിലോ 10 കിലോ 20 കിലോ ഒരു 30 കിലോ വരെ ആളെ കൊണ്ടുകൊടുത്തു. ഇപ്പൊ അത്രയുണ്ട് എന്നുള്ളത് നോക്കിയാൽ കൃത്യമായി കണക്കെഴുതാം. ഇപ്പൊ അവിടെ പറയാൻ പാടില്ല, പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. അവിടെ 100 കണക്കിന് കിലോ പഞ്ചലോഹം ഉപയോഗിച്ചുകൊണ്ട്, സ്വർണ്ണം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ 18-ാം പടി നമ്മൾ വിളിക്കുന്നുണ്ട്. പൊന്നു 18-ാം പടിയേ ശരണമയ്യപ്പ നമ്മൾ വിളിക്കുന്നില്ലേ? എന്റെ അയ്യപ്പ, അവിടെയൊക്കെ എന്താ ഉള്ളത്, എന്താ പൂശിയിരിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോ പരിശോധിക്കാൻ പറ്റുമോ? അത് ദൈവിക ചൈതന്യം കൊണ്ട് വിഗ്രഹത്തിന് സമാനമായതാണ് 18-ാം പടി. അപ്പൊ അവിടെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണോ കൊണ്ടുപോയിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ പറഞ്ഞു, എന്താ നേരത്തെ മാലയിട്ടെന്ന് വെച്ചു. മാലയിട്ട കണ്ടിട്ട് അന്നേരം സാധാരണ അങ്ങനെ പോകുന്നതാണെന്നല്ല, അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വേഗം തന്നെ പോയിട്ട് അവിടെ അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം, അതിനു വേണ്ടിയാ ഇപ്പം മാലയിട്ടിരിക്കുന്നതാണ്. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന സംശയമാണ്. എന്ന വിശ്വാസ തകർച്ചയിലേക്ക് ആളുകൾ എത്തിക്കണം എന്ന ചിന്ത തന്നെയാണ്, എന്ന ആസൂത്രണം തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർക്കെന്ത് ദൈവം? ഇവരാണ് വലിയ നേതാവ്. ഒരു ക്ഷേത്രത്തിൽ പണ്ട് കവർച്ച നടത്തിയ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നു നായനാരെന്ന് പത്രക്കാർ ചോദിച്ചു, ക്ഷേത്രങ്ങളിലൊക്കെ വ്യാപകമായി കവർച്ച നടക്കുകയാണല്ലോ നിങ്ങളുടെ ഭരണത്തിൽ, അവിടെയൊക്കെ പാറാവുകാരെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ നായനാർ ചോദിച്ചത്, ഭഗവാൻ എന്തിനാ പാറാവ്? അന്നൊക്കെ നമ്മൾ വിചാരിച്ചത് ഒറിജിനൽ കള്ളന്മാരെന്നെയായി കൊണ്ടുപോകുന്നതെന്നാണ്. പക്ഷേ കള്ളന്മാരുടെ പേരിൽ അന്ന് ഇവർ രാത്രിയാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ പിന്നെ ഒരു പേടിയുമില്ലാത്തതുകൊണ്ട് പകൽ തന്നെ വന്ന് കക്കുകയാണ് എന്നുള്ളതാണ് സ്ഥിതി. നമ്മൾ പണ്ട് ഒരു സിനിമ കണ്ടിട്ടുണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞ സിനിമ, പ്രിയദർശൻ സാറിന്റെയും ടി രാമോഹൻ സാറിന്റെയും ഒരു സിനിമ. ആ സിനിമയിൽ ഈ ദേവസ്വം ബോർഡും അമ്പലക്കള്ളത്തരവും ഒക്കെയാണല്ലോ അതിലുള്ളത്. അപ്പൊ അതിന് പാർട്ടി സെക്രട്ടറി, ഇടതുപക്ഷ പാർട്ടിയുടെ സെക്രട്ടറി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറയുന്ന ഒരു ഡയലോഗ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ സമ്പത്ത് മുഴുവൻ ദൈവത്തിന്റെയാണ്, അതുകൊണ്ട് ദൈവത്തിനായിട്ട് സ്വത്ത് ആവശ്യമില്ല, പണം ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലുള്ള സ്വത്ത് മുഴുവനും നമുക്ക് എടുക്കാവുന്നതാണ്. ദൈവത്തിന് പണം ആവശ്യമില്ല. പക്ഷെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആരും അറിയാൻ പാടില്ല, ബുദ്ധിപൂർവ്വം എടുക്കണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ എല്ലാം കണ്ണ് കെട്ടിയിട്ട് വേണം കൊണ്ടുവരാൻ എന്നാണ് പാർട്ടി സെക്രട്ടറി ഉപദേശിക്കുന്നത്. അതിലൊരു കുതിരവട്ടമ്പൂവിന്റെ ഒരു ഡയലോഗുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പറോട് ചോദിക്കുന്നതാണ്. അല്ല, ഈ ദേവസ്വം ബോർഡ് മെമ്പറായാൽ കാശ് വല്ലവും തടയോ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പറായാൽ കാശ് വല്ലവും തടയോ എന്നാണ് ചോദ്യം. അന്ന് മുതലേ ഈ ദേവസ്വം ബോർഡിലും ഒക്കെ നടക്കുന്ന കൊള്ള കണ്ടിട്ടാണോ ടി രാമോഹൻ സാർ ഈ തിരക്കഥ എഴുതിയത്? അതോ അദ്വൈതം സിനിമ കണ്ടതിന് ശേഷമാണോ ഈ പെരുങ്കള്ളന്മാർ ഇങ്ങനെ കക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോ സംശയമുള്ളത്. അതോ അതിനു മുമ്പുണ്ടോ? അത് കണ്ടിട്ട് അദ്വൈതം എന്ന സിനിമ ഇറക്കിയാണോ, അതോ അദ്വൈതം എന്ന സിനിമ ഇറക്കിയതിനു ശേഷമാണോ ഇവരിങ്ങനെ വിദഗ്ധമായി കക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് സംശയം. ആ സിനിമയിലൊക്കെ പറയുന്ന കാര്യം അച്ചട്ടായി കാലത്തിന് മുമ്പേ നടന്ന കലാമൂല്യമുള്ള ഒരു സിനിമയാണ്, പ്രവാചക സ്വഭാവമുള്ള ഒരു സിനിമയാണിത്, അത് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് ഇതൊക്കെ ഒരു വിനോദമാണ്. പാവപ്പെട്ട ആളുകൾ അവരുടെ കണ്ണീരും വിയർപ്പും ചോരയും ചേർത്ത് കുളച്ചെടുത്ത അവന്റെ അധ്വാനത്തിന്റെ വിലയായിട്ടുള്ള നാണയ തുട്ടുകൾ ഭണ്ഡാരത്തിലിട്ടിട്ട് ആ ഭണ്ഡാരത്തിലെ പണമെടുത്തിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നത്? ശബരിമലയിൽ കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത അരവണ ഹൈക്കോടതി കേസായി. ആ അരവണയിൽ വിഷമുണ്ട്.
വിഷാംശം കൂടുതലാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതി കേസായി. ഹൈക്കോടതി അരവണ പിടിച്ചെടുക്കാൻ പറഞ്ഞു. അരവണ പിടിച്ചെടുത്തിട്ട് ആ അരവണ പരിശോധിച്ചു. 3 തവണ പരിശോധിച്ചപ്പോഴും ആ അരവണയിൽ അമിതമായ നിലയിൽ വിഷാംശം കണ്ടെത്തി. നമ്മൾ ശബരിമലയിൽ ആരെങ്കിലും പോയി വന്നാൽ സ്വാമി ശരണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് അവര് നമ്മുടെ ഒരു സ്പൂണിൽ കോരിയിട്ട് നമ്മുടെ വലം കൈയിൽ വളരെ പവിത്രമായിട്ടുള്ള പ്രസാദ നൈർമല്യവും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്റേതായിട്ടുള്ള ഒരു വിശുദ്ധിയും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രസാദം നമ്മൾ എത്ര ഭക്തിപൂർവമാണ് നമ്മൾ മെല്ലെ നമ്മൾ പ്രസാദമായി കഴിക്കുക. വിഷമാണ്. അപ്പൊ അവസാനം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു, ഒരൊറ്റ അരവണ ടിൻ പോലും കൊടുക്കണ്ട, അത് മുഴുവൻ നശിപ്പിച്ചു കളയണം. 5 കോടിയുടെ അരവണ, 5 കോടിയുടെ 5-5.5 കോടിയുടെ അരവണ, ലക്ഷക്കണക്കിന് ടിൻ അരവണ. ദേവസ്വം ബോർഡിന് വളരെ സന്തോഷമായി. അവര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചു. 5.5 കോടിയുടെ അരവണ നശിപ്പിക്കാൻ ടെൻഡർ വിളിച്ചിട്ട് 2.5 കോടിക്ക് ടെൻഡർ കൊടുത്തു. അവർക്ക് ഇതെല്ലാം ഒരു വിനോദമാണ്. ഏത് സംഭവം നടന്നാലും അവർക്ക് കമന്ന് വീണാലും കാൽപ്പണം എന്നൊരു ചൊല്ലില്ലേ? പണ്ടത്തിനിങ്ങനെ നടന്നു പോകുമ്പോ ഉരുണ്ടു വീണു. വീണപ്പോ അവൻ വീണെടുക്കെ ഇങ്ങനെ തപ്പി നോക്കി. അവൻ നീ എന്തെന്നാ ഈ തപ്പുന്നെന്ന് വീണ മറ്റൊരുത്തം ചോദിച്ചു പറഞ്ഞ്, നേരത്തെ വീണ ആരെങ്കിലും കീശയിൽ എന്തെങ്കിലും പൈസയുടെ വീണ്ടുണ്ടോന്നാ ഞാൻ തപ്പി നോക്കുന്നതെന്ന്. അതാണ് കവിന്ന് വീണാലും കാൽപ്പണം എന്നുള്ള ചൊല്ലി വന്നു എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്താലും അതിൽ നിന്ന് എന്താണ് കിട്ടുക? നക്കുക, കക്കുക, മുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം. ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ആശയമായിരുന്നു, ഇപ്പൊ ആമാശയമാണ്. കോട്ടലേ എന്റെ കടലേ എന്ന ചിന്ത മാത്രമാണ് എല്ലാവർക്കും. പ്രത്യയശാസ്ത്രമൊക്കെ അട്ടത്ത് വെച്ച് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇത് തന്നെയാണ്, എങ്ങനെയെങ്കിലും സമ്പാദിക്കാം. ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ചിന്തയൊന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും സമ്പാദിക്കുക. ഇപ്പൊ അത് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്ന അമ്പലത്തിൽ നിന്നാണ് എന്ന് അവർ മനസ്സിലാക്കിയാണ്. കാരണം ഇതിനൊന്നും ചോദ്യ ഉത്തരം ഉണ്ടാവില്ല. പ്രതികരണ ശേഷിയില്ലാത്ത ഹിന്ദുക്കൾ പ്രതികരണ ശേഷിയില്ലല്ലോ, ചോദ്യമില്ലല്ലോ. കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും. എത്രയാ നിക്ഷേപിച്ചത്, എന്താ സംഭവം എന്നൊന്നും നോക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ആ അരവണയുടെ കാര്യം മാത്രം എടുത്താൽ എന്താ അവസ്ഥ? ശബരിമലയിൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ശർക്കര, ആ ശർക്കര കോടതിയിൽ പരാതി പോയി. ആ ശർക്കര വളരെ മൂല്യം കുറഞ്ഞതും വിഷാംശമുള്ളതാണെന്ന് കോടതി പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ശരിയാണ്. ആ ശർക്കര ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. ശർക്കര ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നത് ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം വേറെ ശർക്കര മേടിക്കാലോ, അതിനും കമ്മീഷൻ കിട്ടും. ഈ മേടിച്ച കമ്മീഷൻ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഈ മേടിച്ചവരെ കട്ടവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നില്ലല്ലോ. അത് ഉപയോഗിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ് പടക്കം മുട്ടുകയാണ്. കാരണം വീണ്ടും ടൺകണക്കിന് ശർക്കര മേടിക്കാം, അതിൽ നിന്നും കമ്മീഷൻ അടിക്കാം എന്നുള്ളതാണ്. ആരുടെ പണം ഉപയോഗിച്ചാണ്? പാവപ്പെട്ട ഭക്തന്മാരുടെ കണ്ണീരോടുകൂടി ചേർന്ന് അവൻ പ്രാർത്ഥിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ വർഷമായി ശബരിമലയിൽ നമ്മൾ ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനാ നേതാക്കന്മാരും അവിടെ ശബരിമലയിലെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അവിടെയുള്ള ആളുകൾ ഇതിനെല്ലാം കണ്ട് മനം മടുത്ത ആളുകൾ അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാറുണ്ട്. ശബരിമലയിൽ നേരത്തെ പോകുമ്പോ അയ്യപ്പ സേവാ സംഘത്തെ നമ്മൾ കാണാറുണ്ട്. ശബരിമലയിൽ പോയവർക്കറിയാം, അവരുടെ അന്നദാന മണ്ഡപമുണ്ട്, ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കാക്കി ട്രൗസർ ഇട്ടിട്ട് അവിടെ പോയിട്ട് അയ്യപ്പ സേവാ സംഘത്തിന്റെ വണ്ടറായിട്ട് എത്രയോ ദിവസങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ 10-15 ദിവസം അയ്യപ്പ സേവാ സംഘത്തിന്റെ വണ്ടറായിട്ട് അവിടെ പോയി പ്രവർത്തിച്ചത് ഓർമ്മയുണ്ട്. പോലീസുമായി സഹകരിച്ചാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ. ഇന്നുള്ളതുപോലെ പോലീസുകാരൊന്നും വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സേവാ സംഘത്തിന്റെ വളണ്ടിയർമാരാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. 10-40 കൊല്ലം മുമ്പൊക്കെ അന്നദാനം ഉണ്ടായിരുന്നു, നിരവധി സേവന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, അയ്യപ്പ സേവാ സമാജത്തിനുണ്ടായിരുന്നു. ഭൂതനാഥ സമിതിയുടെ പേരിൽ അയ്യപ്പന്മാർക്ക് ഭക്തന്മാർക്ക് അന്നദാനമുണ്ട്, പ്രഭാത ഭക്ഷണം, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാത്തിനെയും പുറത്താക്കിയിരിക്കുകയാണ്. ഒരു സേവനവും ശബരിമലയിൽ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാ പാടില്ല എന്ന് പറയുന്നത്? ഭക്തന്മാർക്ക് ഫ്രീ ആയിട്ട് അന്നദാനം ചെയ്യുമ്പോൾ പാടില്ല. ഇത് പോട്ടെ, ഇതൊക്കെ പോട്ടെ. അമൃതാനന്ദമയി ആശുപത്രിയിലെ അമ്മയുടെ ആശുപത്രിയിലെ 40 അംഗ ഡോക്ടർമാരും നഴ്സുമാരും അവിടെ പോയി സൗജന്യ സേവനം നടത്തുമായിരുന്നു. ആംബുലൻസുകളും ഡോക്ടർമാരും എല്ലാ സീസണിലും പോയിരുന്നു. ഇപ്പൊ അവരോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ വരണ്ടെന്ന്, നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല. എത്രയാളാ പടഞ്ഞു മരിക്കുന്നത്? ആ
കരിമല കയറുമ്പോഴും അതുപോലെ തന്നെ പമ്പയിൽ നിന്നുള്ള കയറ്റത്തിനോട് എത്ര പേരാ പടഞ്ഞു മരിക്കുന്നത്? പ്രാഥമിക ശുശ്രൂഷ നൽകാൻ സംവിധാനമുണ്ടോ? ആരോഗ്യ പ്രവർത്തകർ ആവശ്യത്തിനുണ്ടോ? ഒന്നുമില്ല. പക്ഷേ സേവനം വേണ്ട. ഇതൊക്കെ കാരണം അമൃതാനന്ദ നദി എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ അമൃതാനന്ദ നദിയുള്ള സമീപനമൊക്കെ മാറിയിട്ട് മന്ത്രിയൊക്കെ പോയിട്ട് അമ്മയെ മുത്തുന്നു, അമ്മ അങ്ങോട്ട് ഉമ്മവെക്കുന്നു. അപ്പൊ ഇപ്പോ അമ്മ എന്ന് പറയുന്നത് ദേവിയാണ്. കുറച്ച് സൈഡിൽ നിന്നിട്ടാ ബസ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളെയും സന്നിധാനത്തിൽ നിന്ന് ഒഴിവാക്കി. എന്താ ഒഴിവാക്കാൻ കാരണം? വ്യക്തമായ ഉദ്ദേശമുണ്ട്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥമതികളായ ആളുകൾ അവിടെ നടക്കുന്ന ഈ കൊള്ളയൊക്കെ അറിഞ്ഞ് പുറത്തറിയിക്കും. അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സേവന പ്രവർത്തകന്മാരുടെയും സന്നദ്ധ പ്രവർത്തകന്മാരുടെയും എല്ലാം സാന്നിധ്യം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്. ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ നടത്താൻ പാടില്ല, RSSകാർ വരാൻ പാടില്ല അമ്പലത്തിൽ. എന്താ RSSകാർ വന്നാല്? RSSകാര് വന്നാലെന്താ? RSSകാർ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യും. കള്ളത്തരം പറ്റൂല, അത് ശരിയല്ല പറയും, സത്യസന്ധമായ നിലപാടെടുക്കണമെന്ന് പറയും. ഈ ക്ഷേത്രമൊക്കെ തകർന്നു പോയപ്പോഴും കല്ലോട് കല്ല് താഴെ വീണപ്പോഴും ഈ RSSന്റെ ശാഖയിൽ വന്ന ആളുകൾ തോളിലൊരു പൊക്കടം കെട്ടിയിട്ട് വീട് വിളാന്തരം നടന്നിട്ട് പിടിയേരി വിരിച്ചിട്ട് ആളുകളോട് നാണയത്തുട്ടുകൾ വാങ്ങിയിട്ട് വെച്ചടി വെച്ച് ഓരോ ക്ഷേത്രങ്ങൾ ഉയർത്തി വരുമ്പോ അമ്പലം എന്നാൽ അന്ധവിശ്വാസമാണ്, കുറി തൊടുന്നത് പിന്തിരിപ്പിനാണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ പാപമാണ് എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് ആക്ഷേപിച്ച് അവമാനിച്ച് വിശ്വാസികളെയും ഭക്തന്മാരെയും ക്ഷേത്രത്തെയും മാനബിന്ദുക്കളെയും എല്ലാം അപമാനിച്ച് നടന്ന ആളുകൾ ഇപ്പോ വലിയ ആളുകളായി ഭക്തന്മാരായി വലിയ ഭസ്മക്കുറിയൊക്കെ ഇട്ടിങ്ങനെ വരികയാണ്. അവരാണിപ്പോ ഉപദേശ സമിതി ആളുകൾ, അവരാണിപ്പോ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, അവരാണിപ്പോ അമ്പലം നടത്തുന്ന ആളുകൾ, അവരാണ് വാച്ചർമാര്. ഓരോ വാച്ചർമാരുണ്ട്. ചില വാച്ചർമാരുടെയൊക്കെ വിചാരം ഗണപതിയേക്കാളും വലിയ ഗണപതിയാണ് ഞാൻ എന്നാണ്. ഗണപതി എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന ചില വാച്ചർമാരൊക്കെ വിചാരിക്കുന്നത്. കാരണം പാർട്ടി ജോലി കൊടുത്താണ് ഇവരൊക്കെ. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള പാർട്ടി നേതാക്കന്മാർ അവര് കത്ത് കൊടുത്തിട്ടാണ് ഇത്തരം ജോലികളൊക്കെ പാർട്ടിക്കാർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും, ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ ക്ഷേത്രത്തിന്റെ ഒക്കെ വലിയ നടത്തിപ്പുകാരായിട്ട് ഒരു കസവൊക്കെ പുതച്ച് ഉത്സവമൊക്കെ നടക്കുമ്പോ എന്താ ഗമ, അങ്ങനെ ഇതിന്റെ ഒക്കെ ആള് ഞാനാണ് എന്നും ഭാവിച്ച് അങ്ങനെ വരികയാണ്. അവർ പറയാണ് ക്ഷേത്രത്തിൽ കാവിക്കൊടി പാടില്ല. ഉത്തരവിറക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്, ഒറ്റ നിറത്തിലുള്ള കൊടി പാടില്ല എന്ന്. എന്താ അങ്ങനെ ഒരു കൊടി കാവിക്കൊടി കെട്ടിയ എന്താ പ്രശ്നം? കാവിക്കൊടി കെട്ടിയാൽ എന്താ പ്രശ്നം? കാവിക്കൊടി എന്താ ഏതോ പാർട്ടിന്റെ? കാവിക്കൊടി എന്തോ രാഷ്ട്രീയത്തിന്റെയാണോ? ആയിരക്കണക്കിന് വർഷമായി ഈ നാടിന്റെ അദ്വൈതാനുഭൂതിയുടെയും ആർഷദർശനത്തിന്റെയും ഏറ്റവും സമുജ്വലമായ പതാകയാണ്, വിജയവൈജയന്തിയാണ് അരുണധ്വജം എന്ന് പറയുന്നത്. കാവിക്കൊടി സന്യാസിമാരുടെ വസ്ത്രമാണ്, ആർഷദർശനത്തിന്റെ പ്രതീകമാണ്, പരിത്യാഗത്തിന്റെ പ്രതീകമാണ്, ഹിന്ദു മാനബിന്ദുക്കളുടെ പ്രതീകമാണ് കാവി പതാക. ആ കാവി പതാകക്ക് എത്ര നൂറ്റാണ്ടുകളുടെ യുഗാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. രാമരാവണ യുദ്ധത്തിൽ ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡരാമന്റെ ആ സൈനിക വ്യൂഹത്തിന്റെ ഭാഗത്ത് തേരുകളിൽ പാറിപ്പറന്ന പതാക, ധർമ്മപക്ഷത്ത് പാറിയ പതാക ഈ കാവ്യ പതാകയാണ്. പിന്നീട് ദ്വാപര യുഗത്തിൽ ധർമാധർമ്മ ശക്തികൾ ഏറ്റുമുട്ടിയപ്പോൾ ആ ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് പാറിയ പതാക, ഭഗവാൻ കൃഷ്ണൻ തെളിച്ച തേരിൽ അർജുനൻ അടർ നയിച്ച തേരിൽ പാറിപ്പറന്ന പതാക ഈ പതാകയാണ് കാവ്യപതാക. ഈ കാവ്യപതാകക്ക്
യുഗങ്ങളുടെ ചരിത്രമുണ്ട്. ആ കൈവറായ ഹിന്ദുത്വത്തിന്റെ അഭിമാനമാണ്. ഛത്രപതി ശിവജി പിടിച്ച കൊടി ഇതാണ്. റാണാ പ്രതാപ് സിംഹൻ പിടിച്ച കൊടി ഇതാണ്. നാമം ജപിക്കാൻ അവകാശമില്ലാത്ത സമയത്ത് മുഗളന്മാർ അവരുടെ കൊട്ടകൊത്തളങ്ങൾ പാറിച്ചിരുന്ന പച്ചക്കൊടി വലിച്ച് താഴിട്ട് ഉയർത്തിയ പതാക ചോരയോടൊപ്പം ചോപ്പിച്ച് ഈ പതാക ഉയർത്തിയത് ഇവിടുത്തെ ഹിന്ദു വീരന്മാർ, ഹിന്ദു പാദശാഹി എന്ന രാഷ്ട്രം സ്ഥാപിച്ച ശിവജിയൊക്കെ ഉയർത്തിപ്പിടിച്ച പതാക ഈ പതാക കാവ്യ പതാകയാണ്. അത് പറ്റൂലെന്നോ? ഹിന്ദുവിന്റെ ആ പതാക ക്ഷേത്രത്തിൽ പറ്റില്ലെന്നോ? എന്നിട്ട് ഏത് കൊടിയാ ഉയർത്താൻ പോകുന്നത്? ചില സ്ഥലത്ത് ചെഗുവേര വരികയാണ്. പിന്നെ ആ പച്ചടി അച്ചാറുട്ടിച്ച് പോലത്തെ ഒരു കൊടിയുണ്ടല്ലോ, അതൊക്കെ കെട്ടുകയാണ്, ക്ഷേത്രത്തിൽ കെട്ടുകയാണ്. ഹിന്ദുക്കൾ ഒരുമിച്ച് തീരുമാനിക്കണം. ക്ഷേത്രത്തിൽ ഉയർത്തേണ്ടത് ഒറ്റ കൊടിയാണ്, ആ കാവിക്കൊടിയാണ്. ആ കാവിക്കൊടി എല്ലാ ക്ഷേത്രങ്ങളും ഉയർത്തണം. എല്ലാ ക്ഷേത്ര പരിസരത്തും അതുണ്ടാകണം. അത് ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തിന്റെ കൊടിയാണ്. അത് വേണ്ടെന്ന് പറയാൻ ഇവിടെ ഒരു സാമ്രാട്ടിനും അധികാരമില്ല. ഒരു പിണറായി വിജയനും ഇവിടെ അത് ഉത്തരവിടാൻ അധികാരമില്ല. ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അത് ധർമ്മധ്വജമാണ്, ആ കൊടി പാടില്ല എന്നാണ്. ഓം എന്ന് പാടില്ല എന്ന്, ഓം എന്ന് പാടില്ല എന്ന്. അതൊക്കെ RSS ആണെന്ന് പറയുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ തെയ്യത്തിന്റെ സമയത്ത് അവിടെ തെയ്യത്തിന് കലശം വരും. ആ കലശം വരുമ്പോ ആ കലശത്തിൽ എന്തെല്ലാം ഉണ്ടാവും അറിയോ? ആരാ കലശത്തിലുള്ളത്? ചുരുട്ട് വലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ബിംബം ചുരുട്ടും വലിച്ചിട്ട് എഴുന്നള്ളിക്കുകയാണ്. കാറൽ മാർക്സ്, ഏംഗൽസ്, EMS, ദൈവം ആ തേരിൽ രഥത്തിൽ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. അവിടെ മുത്തപ്പൻ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആ ക്ഷേത്രങ്ങൾ അടിയറ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ആ അടിയറ വരും. എന്നിട്ടിങ്ങനെ വിളിക്കുകയാണ്, പറശ്ശിനിക്കടവിലെ മുത്തപ്പ, നിങ്ങൾ തുടങ്ങിയ വെള്ളമടി ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് വിളിച്ചിട്ട് അടിയറയാണ്. ആ പറശ്ശിനി മുത്തപ്പന് കള്ളിന്റെ വീത്ത് വെക്കും. അപ്പൊ ഇവര് നല്ല കള്ളടിച്ചിട്ട് വിളിക്കുകയാണ്, പറശ്ശിനിക്കടവിലെ മുത്തപ്പ, നിങ്ങൾ തുടങ്ങിയ വെള്ളമടി ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് പറഞ്ഞിട്ട് അടിയറ നടത്തുകയാണ്, കലശം തുള്ളുകയാണ്, ആഭാസം നടത്തുകയാണ്, വിശ്വാസത്തെ തകർക്കുകയാണ്. ഇതൊക്കെയാണ് പാർട്ടിയുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹിന്ദുവിന് നേരെയല്ലാതെ പറ്റുമോ? അങ്ങനെ വ്യാപകമായി നമ്മുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റിയിലൊക്കെ പുതിയ ആളുകളൊക്കെ വരികയാണ്. ഞങ്ങളുടെ നാട്ടിന്റെ അവിടെ ഒരു പുതിയ അമ്പല കമ്മിറ്റി അവർ പിടിച്ചെടുത്തു. അവിടെ ഭക്തന്മാരും വിശ്വാസികളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നടത്തുന്നതാണ് ഉത്സവം. എല്ലാ ക്ഷേത്രാചാരങ്ങളും കലകളുമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അപ്പൊ CPM ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എല്ലാം കൂടി തീരുമാനിച്ച് 100-300 ആൾ ഒരുമിച്ച് വന്ന് ജനറൽ ബോഡി പങ്കെടുത്തിട്ട് കമ്മിറ്റി ഭരണം പിടിച്ചെടുത്തു. ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ പഴയ ആളുകൾ പറഞ്ഞു, ഇവിടെ നടക്കുന്ന ആചാരം നിങ്ങൾ മുടക്കാൻ പാടില്ല, കഥകളി എല്ലാ സമയം ഉണ്ടാകും, കഥകളി ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഏത് കഥകളി? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്താണ് അടുത്ത വർഷം ദുര്യോധനവധം കഥകളി കൊണ്ടുവരുന്നു. അപ്പൊ ഇവർ പറഞ്ഞു, ആ ദുര്യോധനവധം കളി നമ്മൾ കൊണ്ടുവരാമെന്ന്. കഥകളി കളിക്കുന്ന ആൾക്ക് ചെന്നു, അവരോട് ചെന്നിട്ട് ഈ കമ്മിറ്റിക്കാർ മാർഷുകാരെ ചെന്നിട്ട് ദുര്യോധനവധം കഥകളി വേണമെന്ന് പറഞ്ഞു. എത്രയാ പൈസയെന്ന് വെച്ചു. അപ്പൊ ആരോ പറഞ്ഞു 75,000 രൂപ വരുന്നു. അപ്പോൾ മാർഷുകാരനായിട്ട് കമ്മിറ്റി പ്രസിഡന്റ് പറയാണ്, ദുര്യോധനവധം എന്ന് പറഞ്ഞാൽ ദുര്യോധന കൊല്ലല്ലേ? അതെ, ഞങ്ങളിൽ പൈസ കുറവാണ്, ഒരു 50,000 രൂപ നമ്മൾ തരാം, ദുര്യോധന കൊല്ലണമെന്നില്ല, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. എന്നിട്ട് കഥകളി ഏൽപ്പിക്കുകയാണ്. എന്താണ് ദുര്യോധനൻ, എന്താണ് ദുര്യോധനവധം, എന്താണ് കഥകളി എന്ന് ഈ ABCD അറിയാത്ത ആളുകളാണ് കമ്മിറ്റിയിലൊക്കെ വന്നിരിക്കുന്നത്. അവരെല്ലാം ഈ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ക്ഷേത്ര ഭരണം നടത്താൻ വേണ്ടി ഇപ്പൊ ഞെളിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് എന്ത് വിശ്വാസം, എന്ത് ആരാധന, എന്ത് ആചാരം? ഒന്നുമില്ലല്ലോ. എന്താ ശബരിമലയെ കുറിച്ച് ഇവർ പറഞ്ഞത്? ഇപ്പൊ ആളോള അയ്യപ്പ ഭക്തി സംഘമൊക്കെ നടത്തിയല്ലോ. നമ്മൾ പറഞ്ഞ വെറുതെ അബദ്ധത്തിന് പോണ്ട, അപകടമായിരിക്കും. അയ്യപ്പൻ എന്താ പറഞ്ഞത്? അയ്യപ്പനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ ഭക്ത സംഘം കഴിഞ്ഞതും ശബരിമലയിൽ ഈ കാര്യമെല്ലാം പുറത്തു വന്നല്ലോ. സ്വർണ്ണപ്പാളി പോലെ പണ്ടേ നടന്ന കാര്യങ്ങളെല്ലാം പുറത്തു വന്നല്ലോ. ഇത് വെറുതെ പുറത്തു വരുന്നതാണോ? ഇത് പുറത്തു വരുന്നത് ഇപ്പൊ അവർ മേനി നടക്കുന്ന പോലെ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചാണോ? പോലീസ് കണ്ടുപിടിച്ചാണോ? വിജിലൻസ് കണ്ടുപിടിച്ചാണോ? ഇതാരും കണ്ടുപിടിച്ചല്ല.
സാധാരണ എന്ത് ചെയ്യാ? പോലീസ് പിടിച്ചിട്ട് കോടതിയിലെത്തിയിട്ട് മജിസ്ട്രേറ്റിനെ ഏൽപ്പിക്കും. പ്രതികളെയും സംഭവം തൊണ്ടിയല്ലോ. ഇപ്പൊ കേരളത്തിൽ തിരിച്ചാ, കോടതി പിടിച്ചു എന്നിട്ട് പോലീസിനെ ഏൽപ്പിച്ചു. കേരളത്തിൽ ഇപ്പൊ തലയിലാണ്. പോലീസ് പിടിച്ചിട്ട് കോടതിനെ ഏൽപ്പിക്കേണ്ടതിന് പകരം കോടതിയാണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് പോലീസിനെ അന്വേഷിക്കാൻ പറഞ്ഞു. കോടതിക്ക് തോന്നിപ്പിച്ചാരാണ്? സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ തന്നെയാണ് തോന്നിപ്പിച്ചത്. അതിലൂടെ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി. 1300 കോടി രൂപ ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി എല്ലാവരും തരണം, സ്പോൺസർമാരെല്ലാം വരുവിൻ വെക്കുവിൻ എന്ന് പറഞ്ഞ് 1300 കോടി രൂപക്ക് ഒരാഗോള അയ്യപ്പ നിക്ഷേപ സംഘമാണ് പമ്പയിൽ നടത്തിയത്. അപ്പൊ അയ്യപ്പനിപ്പം പറയുന്നത് ഈ കള്ളന്മാരെടുക്ക ₹1 കൊടുക്കരുത്. ആ പണം ഉദ്ദേശിച്ച രീതിയിൽ വിനിയോഗിക്കില്ല. അതുകൊണ്ട് എന്നാണോ ഇവർ ഇറങ്ങിപ്പോകുന്നത് അതിനുശേഷം മാത്രം മതി ക്ഷേത്രത്തിൽ പണം കൊടുക്കല് എന്ന് അയ്യപ്പൻ പ്രഖ്യാപിക്കുന്നിടത്തേക്ക്, അയ്യപ്പൻ നിർദ്ദേശിക്കുന്നിടത്തേക്ക്, അയ്യപ്പൻ തന്റെ ഇംഗിതം ആവിഷ്കരിക്കുന്നിടത്തേക്ക് കാര്യമെത്തിയിരിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഹിതമനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ആരാന്നും ഇപ്പൊ ഇവർ പറയുന്നതെന്ന് വെച്ചാല് ഒരു സ്വത്തും പോയത് മുഴുവൻ തിരിച്ചുകൊണ്ടുവരുന്നതാണ്. അതുപോലെ തിരിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ എന്താ വ്യക്തമാവുന്നത്? ആദ്യം പറഞ്ഞു ചെന്നൈ കൊണ്ടുപോയിരുന്നു, പിന്നെ പറഞ്ഞു ബാംഗ്ലൂർ കൊണ്ടുപോയിരുന്നു, ഇപ്പൊ ഹൈദരാബാദിലെ കൊണ്ടായിരുന്നു ഉരുക്കി എന്നാ പറയുന്നു. ഉരുക്കിയിട്ടത് അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. ഇതൊന്നും നിസ്സാര കാര്യമല്ല. സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത്, ദ്വാരപാലകന്മാരെന്നൊക്കെ പറയുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റേതാവുമ്പോ, അതുകൊണ്ടാണ് അവിടുത്തെ മാനുവൽ പണ്ട പറയുന്നത് ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന്, പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇവരാരോടും ചോദിച്ചോ? തിരുവാഭരണ രജിസ്റ്റർ അറിയോ? ഹൈക്കോടതി അറിയോ? ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് വെക്കേണ്ടി വരുന്നത്? ദേവസ്വം ബെഞ്ച് വെക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ഏതെങ്കിലും ഒരു കോടതിയിൽ സംസ്ഥാനത്ത് ഇതുപോലത്തെ ഏർപ്പാടുണ്ടോ? ഇവിടെ ദേവസ്വത്തിന് 2 ജഡ്ജിമാരാണ്. എന്തിനാ ജഡ്ജിമാര്? ഇവരെപ്പോഴാ കക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് സ്ഥിരം ജഡ്ജിമാരാണ്. കോടതി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അറിയാതെ ഒരു കാര്യം പോലെ അനക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ടാണ്? ഇവിടെ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് രാഷ്ട്രീയക്കാർ അമ്പലത്തിന്റെ പണം, ദേവസ്വത്തിന്റെ സ്വത്ത് അവയെല്ലാം അഴിമതി നടത്തുകയാണ്, കട്ടുകൊണ്ടുപോവുകയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം കോടതി അറിയണമെന്നും അതിനുവേണ്ടി ഒരു ബെഞ്ച് തന്നെ, ദേവസ്വം ബെഞ്ച് തന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇറങ്ങിപ്പോണം. നിങ്ങളെ കൊണ്ട് ഒരു ക്ഷേത്രത്തിലും, നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ ഭരണം കൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല, നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദേവസ്വം മന്ത്രി പറയുണ്ടായി, ജി സുധാകരൻ, അദ്ദേഹം ഇപ്പൊ അകത്തോ പുറത്തോ എന്നറിയില്ല, അദ്ദേഹം പറയുണ്ടായി അയ്യപ്പ ഭക്തന്മാർ വരുന്ന ഒരു വർഷം കൊണ്ട് കേരളത്തിന് 20,000 കോടി രൂപയുടെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുള്ള വരുമാനം ഈ സർക്കാരിന് കിട്ടുന്നു. 20,000 കോടി രൂപ. ഈ കേരളത്തിലെ ആള് വേറെന്ത് കാര്യത്തിനാ ഈ കേരളത്തിലേക്ക് ആള് വരുന്നത്? പഠിക്കാൻ വേണ്ടി ആരും വരുന്നുണ്ടോ? ഇവിടത്തെ നമ്പർ 1 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേന്മ കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, ബീഹാറിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേന്മ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി വരുന്നുണ്ടോ? ഇവിടെ പിള്ളേർ കോളേജ് കാണുമ്പോൾ ഓടി രക്ഷപ്പെട്ട ജർമ്മനിയിലും കാനഡയിലേക്കും UK-യിലൊക്കെ പോവുകയാണ്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മേന്മ കണ്ടിട്ട് ആരാ വരുന്നത് പുറത്തുനിന്ന് പഠിക്കാൻ? ഇവിടെ തൊഴിലാളിയായിട്ട് ആരാ വരുന്നത്? ശരിയാണ്, കുറച്ച് ബംഗാളികൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ IT രംഗത്ത് നമ്മൾ ബാംഗ്ലൂരിൽ പോകുന്ന പോലെ, നമ്മൾ ഹൈദരാബാദ് പോകുന്ന പോലെ, നമ്മൾ മുംബൈയിൽ പോകുന്ന പോലെ, നമ്മൾ വിദേശത്ത് പോകുന്നത് പോലെ ഈ കേരളത്തിലേക്ക് ആരും വരുന്നുണ്ടോ? തൊഴിൽ തേടി വരുന്നുണ്ടോ? ആശുപത്രി ചികിത്സിക്കാൻ വരുന്നുണ്ടോ? അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ വിദേശത്ത് നിന്ന് ചില ആളുകൾ അപൂർവം വന്നിട്ട് ചികിത്സിച്ച് പോകാറുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലാ ആശുപത്രി, എത്ര വിദേശികൾ വരുന്നുണ്ട് ചികിത്സിക്കാൻ? നമ്മൾ ഇവിടുത്തെ നേതാക്കന്മാർക്ക് സൂക്കേട് വന്ന എവിടെയാ പോകുന്നത്? മുഖ്യമന്ത്രി എവിടെയാ പോകുന്നത്? ഇവിടെ ചികിത്സിക്കുന്നുണ്ടോ? ഇവിടുത്തെ ആശുപത്രി ആരോഗ്യരംഗം നമ്പർ 1 അല്ലേ? അവരൊക്കെ പോകുന്ന എവിടെയാണ്? ഇവിടെ പുറത്തുനിന്ന് ആളുകൾ വരുന്ന എവിടത്തേക്കാണ്? ശബരിമലയിലേക്ക് വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, ഗുരുവായൂരിൽ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, കൊട്ടാരക്കര ഗണപതി എത്തോളം വരുന്നുണ്ട് ശബരിമല സീസണിലൊക്കെ. അല്ലാതെ വേറെന്താ വരുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക.
അവർക്ക് സുഖദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക, അവർക്ക് അവിടുത്തെ പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്തു കൊടുക്കണ്ടേ? എന്താ ഇവിടുത്തെ സ്ഥിതി? ഒരു കർണാടക ഭക്തന്മാരുടെ ഒരു ബസ് കേരളത്തിലെത്തിയാൽ, തമിഴ്നാട്ടുകാരുടെ ഒരു ബസ് കേരളത്തിലെത്തിച്ച് എണ്ണ അടിച്ചാൽ 1 ലിറ്റർ എണ്ണ അടിക്കുമ്പോ എത്ര രൂപ സംസ്ഥാന ഖജനാവിൽ വരുന്നുണ്ട്? ഒരു ബസ് അടിക്കുമ്പോ എത്ര വരും? 10,000-കണക്കിന് വാഹനങ്ങൾ വന്ന് എണ്ണ അടിക്കും, നേരിട്ട് ഖജനാവിലേക്ക് വരികയാണ് ഈ പണമൊക്കെ. ഒരു തോർത്ത് മേടിയാൽ, ഒരു പേസ്റ്റ് മേടിച്ചാൽ എല്ലാറ്റിലൂടെയും ടാക്സ് ആയിട്ട് എത്ര കോടി വരുന്നുണ്ട്? പക്ഷെ എന്നിട്ട് ഇതൊന്നും നേരാവണ്ണം നടത്താൻ ഇവർക്കാവുന്നില്ല, ഇതിനൊന്നും സംരക്ഷിക്കാനാവുന്നില്ല. മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത്? അന്ന് പമ്പയിലെ പ്രസംഗം ഞാൻ മുഴുവനും കേട്ടു. മുഖ്യമന്ത്രി തമ്പേറടിക്കുകയാണ്, വീൺവാക്ക് പറയാണ്. എന്താ പറയുന്നത്? നാട്ടുകാർക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത്. ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചപ്പോ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും കിഴക്ക് ഭാഗത്തുകൂടി തേനും പടിഞ്ഞാറ് ഭാഗത്തുകൂടി പാലും ഒഴുകുകയാണ്. ക്ഷേത്രങ്ങളെല്ലാം അഭിവൃദ്ധിയിലായി. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനുശേഷം പ്രസംഗിച്ചപ്പോ പറഞ്ഞത്, ഈ ശബരിമല എന്ന് പറഞ്ഞ ഒറ്റ ക്ഷേത്രം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 1200 ക്ഷേത്രങ്ങളും നടക്കുന്നത്. ശബരിമലയിലെ വരുമാനം കൊണ്ട്. മലബാർ ദേവസ്വം ബോർഡ് ഇവർ പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് നേരാവണ്ണം നടന്നിരുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോ ശാന്തിക്കാർക്ക് 10 മാസമായിട്ട് നക്കാപ്പിച്ചു കൊടുത്തു. ഓണത്തിന് അവർ പട്ടിണി സമരം നടത്തി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പണം കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, അധ്വാനിച്ച പണം കൊടുക്കുന്നില്ല. അവർ കണ്ണീരോടെ കഴിയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ. ഭക്തന്മാർ ഓരോ ക്ഷേത്രവും ഗ്രാമത്തിൽ ഭംഗിയായി നടത്തിയതാ, അത് ഇവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമാണ് ഈ ദേവസ്വം ബോർഡുകാരോടും ഇതിന്റെ ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയുന്നത് 1200 ക്ഷേത്രങ്ങൾ നഷ്ടത്തിലാണെന്നാ. ക്ഷേത്രത്തെ ഓരോ കമ്പനി പോലെ കണക്കാക്കുന്നത്. നഷ്ടം ലാഭം അവർക്കെല്ലാം ഇതൊക്കെ ഫാക്ടറി പോലെ, കമ്പനി പോലെ, ചായപ്പൊടി പോലെയാണല്ലോ. നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്ത ഈ ക്ഷേത്രങ്ങൾ, നാട്ടുകാരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത ഈ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ തിരിച്ചറാതെ നാട്ടുകാരെ ഏൽപ്പിക്കും. 3 കൊല്ലം കൊണ്ട് ഈ 1200 ക്ഷേത്രങ്ങളും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാഭത്തിലാക്കി കാണിക്കാം. ഒറ്റ ക്ഷേത്രം ഇന്നത്തെ കാലത്ത് അയാളുടെ വരുമാനത്തിന് ബുദ്ധിമുട്ടില്ല. നിങ്ങളുള്ളതുകൊണ്ടാ ജനങ്ങൾ വരാത്തത്, നിങ്ങളുള്ളതുകൊണ്ടാ ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണം ഇടാത്തത്, നിങ്ങളുള്ളതുകൊണ്ടാ ഭക്തന്മാർ സമർപ്പണം ചെയ്യാത്തത്. കാരണം ജനങ്ങൾക്കറിയാം നിങ്ങൾ കള്ളന്മാരാണെന്ന്, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ കിട്ടൂലെന്ന്, നിങ്ങൾ പറ്റിക്കുന്നവരാണെന്ന്. നിങ്ങളൊന്ന് ഒഴി, എന്നിട്ട് അതാത് സ്ഥലത്ത് ഭക്തന്മാരെ ഏൽപ്പിക്ക്, ഭംഗിയായി നടത്തും. ദേവസ്വം ബോർഡിന്റെ എത്ര ക്ഷേത്ര കേരളത്തിലുള്ളത്? പരമാവധി വന്നാൽ 3000. ആകെ ക്ഷേത്രം ഇവിടെ 42,000 ഉണ്ട്. ബാക്കി 3000 കഴിച്ച് ബാക്കി ക്ഷേത്രങ്ങളെല്ലാം അതാത് നാട്ടിലെ ഭക്തജനങ്ങൾ, അവിടുത്തെ നാട്ടുകാരുടെ കമ്മിറ്റികൾ, അവരുടെ കുടുംബക്കാർ, അവിടെ പ്രദേശത്തെ ഓരോ സമുദായങ്ങൾ, വിശ്വ പരിഷത്ത് പോലുള്ള സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടനകൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആളുകൾ നടത്തുന്ന കമ്മിറ്റികൾ, അവർക്ക് ഭംഗിയായി, വൃത്തിയായി, വെടിപ്പായി, ഒരു പരാതിയുമില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നമില്ല. നിങ്ങൾ പിടിച്ചെടുത്ത ക്ഷേത്രങ്ങൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്, ടെമ്പിൾ എന്നാണ്. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തു പോവാ. നിങ്ങൾ അവിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ എന്താ കാര്യം? നിങ്ങൾക്ക് ഈ ക്ഷേത്രം പിടിച്ചെടുക്കാൻ എന്താ അവകാശം? നിങ്ങൾ മലയാള സർക്കാരാണെന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൈപ്പിടിയിലാക്കുന്നത്? നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ക്ഷേത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇത് വിശ്വാസികൾക്ക് നൽകണം. അതിനുവേണ്ടി ഏറ്റവും സമുജ്വലമായ ഒരു പോരാട്ടം ഇവിടുത്തെ ഹിന്ദു ശക്തികൾ, സംഘടനകളെല്ലാം ചേർന്ന് നടത്താൻ പോവുകയാണ്. സ്വാമി സത്യാനന്ദ സരസ്വതി, ചെങ്ങോട്ടുകോണം മഠാധിപതി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കമിട്ടു. ആ പ്രക്ഷോഭത്തിന്റെ കനൽ അണഞ്ഞിട്ടില്ല. ആ പ്രക്ഷോഭം വർദ്ധിത വീര്യത്തോടെ ഊർജ്ജസ്വലമായി ഇവിടുത്തെ ഹിന്ദുക്കൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇന്നതിന്റെ പ്രഖ്യാപനം അവിടെ നടന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് മുമ്പിൽ ഇടിമുഴക്കം പോലെ ആ പ്രഖ്യാപനം 21-ാം തീയതി ആവർത്തിക്കാൻ പോവുകയാണ്. കേരളത്തിലെ സന്യാസിമാർ, എല്ലാ മഠങ്ങളിലെയും, എല്ലാ ആശ്രമങ്ങളിലെയും, എല്ലാ മിഷനറികളിലെയും സന്യാസിമാർ, 100 കണക്കിന് സന്യാസിമാർ കാസർഗോഡ് നിന്ന് ഒരു ധർമാചാരി യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതിങ്ങനെ വരികയാണ്. 6 ജില്ലകൾ പിന്നിട്ട് കഴിഞ്ഞു. 20-ാം തീയതി
അത് തിരുവനന്തപുരത്തും 21-ാം തീയതി 10,000 പങ്കെടുക്കുന്ന ഒരു മഹാസംഗമം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആ സംഗമത്തിൽ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനത്തിന് ശേഷം ഹിന്ദുക്കൾ ഒരു തീരുമാനമെടുക്കും. എന്താ തീരുമാനം? ഓരോ നാട്ടിലെയും ക്ഷേത്രങ്ങൾ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് നടത്താൻ അറിയാം. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ നടത്താൻ അറിയാം. അത് നടത്തുകയും ചെയ്യും. 5000 ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ ഒരുമിച്ച് പിടിച്ചെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾക്ക് എന്താവുക? ഇവരെല്ലാം പിടിച്ച് ജയിലിൽ കൊണ്ടുപോവാ. 5000 ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ 5 ലക്ഷം ആളുകൾ വന്നാൽ നിങ്ങൾക്ക് പാർപ്പിക്കാൻ എത്ര ജയിലുണ്ട്? എത്ര മുറിയുണ്ട്? എത്ര ആളുകളെ പാർപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? നിങ്ങൾ വെടിവെക്കുവോ? എത്ര ആളെ വെടിവെക്കും? എത്ര ആളെ കൊല്ലും? നിങ്ങൾ ലാത്തി ചാർജ് ചെയ്യോ? എത്ര ആളെ അടിച്ച് തലമുട്ടിക്കും? എത്ര ആളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഹിന്ദുക്കൾ ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾ കൊള്ളക്കാർ നിങ്ങളുടെ സങ്കേതങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഭക്തന്മാർ പിടിച്ചെടുക്കും. ഈ ഏഴന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ തൽക്കാലം താക്കോലിങ്ങിയെന്നോ സ്ഥലം വിട്ടോന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യും? ഹിന്ദു ഒന്നിനും കൊള്ളാത്ത ജന്തുക്കളാണെന്ന് വിചാരിച്ചോ? എല്ലാ കാലത്തും നിങ്ങളെ ചെരുപ്പ് വെക്കുമെന്ന് വിചാരിച്ചോ? നിങ്ങൾ പറയുന്ന ഓർഡർ അനുസരിക്കുന്നു വിചാരിച്ചോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഈ നിലയിലുള്ള അതിക്രമങ്ങളൊക്കെ നടത്തിയിട്ടും ഞങ്ങൾ മിണ്ടാതിരിക്കണമെങ്കിൽ ഞങ്ങളിവിടെ കരിമ്പാറയൊന്നല്ല, ഐസ് കഷ്ണമല്ല. ഹിന്ദുവിന് ഒരു പ്രയോജനശേഷിയുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത പോക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അപഹസിക്കുകയാണ്, നിങ്ങൾ പല്ലിടിച്ച് കാണിക്കുകയാണ്, നിങ്ങൾ ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ അപമാനിക്കുകയാണ്. നിങ്ങൾ ഹിന്ദുവിന് ഒന്നും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയാണ്. പിടിക്കും, നിങ്ങൾ പള്ളിയും പോയി പിടിക്കും. അതാണ് ഹിന്ദുവിന്റെ മാത്രം പിടിക്കാൻ വന്നാൽ അവിടെ എന്ത് ചെയ്യണമെന്ന് ഹിന്ദുക്കൾ കാണിച്ചു തരും. അതിനുവേണ്ടിയുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറെടുക്കുകയാണ്. ആ വിജയം കണ്ട് അതടങ്ങൂ. അങ്ങനെ ഒരു പോരാട്ടമായി വരുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിന് പുറകിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊട്ടാരക്കര ദേവസ്വം ഈ ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും ജാഗ്രതയോടുകൂടി, നേരത്തെ ഇവിടെ ഭക്തന്മാർ കാണിച്ചതുപോലെ ജാഗ്രതയോടുകൂടി, നമ്മുടെ അവകാശമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രസാദം കിട്ടുക എന്നുള്ളത്, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രസാദം കിട്ടുക എന്നുള്ളത്, ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വരുമ്പോ നമുക്ക് പരിഗണന കിട്ടുക എന്നുള്ളത് ഭക്തന്റെ അവകാശമാണ്. ആ അവകാശം കവർന്നെടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. നമ്മുടെ ഭക്തന്മാരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.